ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു യാത്രയിലായിരുന്നു. എവിടെയാ എന്നുള്ളതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയായപ്പോഴേക്കും നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാട്ടോ. ബാംഗ്ലൂർ ഗ്രാൻഡ് ഹോട്ടൽ കലിംഗ എന്ന് പറഞ്ഞുള്ള ഹോട്ടലിലാണ് റൂം എടുത്തിട്ടുള്ളത്. വന്നിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത് പർപ്പസ് ഓഫ് വിസിറ്റ് നമ്മുടെ വസ്ത്രയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരായിരിക്കും, തിരുപ്പതി ആയിരിക്കും, ചിലർ ബംഗാളായിരിക്കും, ബംഗാൾ കോട്ടം വാങ്ങാൻ പോകുന്നതായിരിക്കും, ചിലർ ജയ്പൂർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓണം ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ബംഗാൾ പോയി ഷോപ്പ് ചെയ്യാനും ജയ്പൂർ പോയി ഷോപ്പ് ചെയ്യാനുള്ള ടൈം നമുക്കില്ല. സോ നമ്മൾ ബാംഗ്ലൂരാണ് വന്നിട്ടുള്ളത്. ബാംഗ്ലൂർ നമ്മുടെ വസ്ത്രം തുടങ്ങുന്ന സമയത്ത് ഞാൻ വന്ന് കുറേ ഷോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അന്ന് ഞാൻ വീഡിയോ ഒന്നും കാണിച്ചില്ല, കാരണം വസ്ത്രം തുടങ്ങുന്നൊരു സർപ്രൈസ് ആയിട്ടല്ലേ നമ്മൾ കാണിച്ചത്. അത് നമ്മൾ ഇവിടെ ഡൽഹിയിലൊക്കെ പോയിട്ട് വന്ന സമയത്ത് ബാംഗ്ലൂർ ഇറങ്ങി കുറേ കസ്റ്റമേഴ്സിനെയൊക്കെ കുറേ ഡീലേഴ്സിനെയൊക്കെ കണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ ബാംഗ്ലൂർ അങ്ങനെ പോയില്ല, കുറച്ചൊക്കെ ഇങ്ങനെ വരുത്തിച്ചു. മെയിനായിട്ട് ഇവിടെ നമ്മൾ കോട്ട് സെറ്റ്, ചുരിദാർ 3 പീസ് സെറ്റൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചുരിദാർ സെറ്റ് 3 പീസൊക്കെ ഈ സ്മോൾ സൈസ് പോകാൻ വലിയ പാടായിട്ട് ഞാനതിൽ വലിയ കാര്യം കാണിച്ചില്ല. പക്ഷെ നമുക്ക് വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും അതിന് നല്ല മൂവ്മെൻറ്റ് ഉണ്ട് കേട്ടോ. കോട്ട് സെറ്റുകളൊക്കെ എല്ലാം പോകുന്നുണ്ട്. മാത്രമല്ല നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് തുടങ്ങിയപ്പോഴേക്കും അവിടെ നിന്നുള്ളവർ ഒരുപാട് എൻക്വയറീസ് നമ്മുടെ 3 പീസ് 2 പീസ് സെറ്റിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് നമുക്ക് അതുകൂടെ കൊണ്ടുവരാം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ വീണ്ടും ബാംഗ്ലൂർ വന്നിട്ടുള്ളത്. ഞാൻ ആദ്യം ലൈവ് വോയിസ് ആണ് ചെയ്തത്. പക്ഷെ അത് വളരെ കുറച്ച് മാത്രമേ ലൈവ് വോയിസ് ഉള്ളൂ. ബാക്കി ഫുൾ ഭയങ്കര ബഹളവും ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ല. അതുകൊണ്ട് ഫുൾ ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് വോയിസ് ഓവർ ചെയ്യുന്നത്. സോ ഇന്നലെ 7 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ചു. ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ബാംഗ്ലൂർ എത്തും എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് വന്നത്. പക്ഷേ ആ ഫോൺ മിസ്സായി നമ്മളൊരു 200 കിലോമീറ്റർ ബാക്ക് പോയി വീണ്ടും ഒരു 200 കിലോമീറ്റർ തിരിച്ച് വന്നപ്പോഴേക്കും നമുക്ക് ടൈമിൽ ഭയങ്കര വ്യത്യാസം വന്നു. 1 മണിയായപ്പോഴാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. എത്തിയ ഉടനെ ഞാൻ ഓൺലൈനിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്ഥിരം താമസിക്കുന്ന സ്ഥലം തന്നെയാണ്. നമുക്കിവിടെ നിന്ന് സാരി അല്ലെങ്കിൽ ഡ്രസ് മാർക്കറ്റിലേക്ക് പോകാൻ വളരെ നടന്ന് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ, 1.5 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മൾ എത്തിയിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷായി, ഉറങ്ങിയൊന്നുമില്ല കേട്ടോ. ഫ്രഷായ ഉടനെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വന്നു. അവിടെ മീൽസ് ചപ്പാത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബാംഗ്ലൂരിലൊരു സ്പെഷ്യൽ ദോശ ഉണ്ടല്ലോ, ബണ്ണ് ദോശയാണ്, എന്താ ബെന്ന ദോശയെന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു പേരുള്ള സാധനം. അപ്പോൾ ഇന്ന് അത് വാങ്ങി കഴിക്കാമെന്ന് കരുതി. സത്യം പറഞ്ഞാൽ ബാംഗ്ലൂർ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഒരു പ്രാവശ്യം പോലും നമുക്ക് അവിടെ കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റില്ല. എന്തെങ്കിലും ഇതുപോലൊരു ആവശ്യത്തിന് വരും പോകും എന്നല്ലാതെ ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ഫുഡ് സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എങ്ങും ഇതുവരെയും ഞാൻ പോയിട്ടില്ല കേട്ടോ. അതിൻ്റെ വിഷമം സത്യമായിട്ട് എനിക്കുണ്ട്. ഇപ്രാവശ്യം വന്നപ്പോഴും ചീമയൊക്കെ ലാസ്റ്റ് മന്തല്ലേ പോയിട്ട് വന്നത്. പിന്നെ ചീമയുടെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ട്. അവരൊക്കെ ഒരുപാട് ഫുഡ് സ്പോട്ടുകൾ ചീമയ്ക്കൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതെല്ലാം എനിക്ക് ഫോർവേഡ് ചെയ്തു തന്നു. പക്ഷേ ഞാൻ ചീമയായിട്ട് പറഞ്ഞു, ഇതൊന്നും കഴിക്കാൻ പോകാനുള്ള സമയമില്ല, നമ്മൾ വന്നത് വേറെ ആവശ്യത്തിനാണ്. അപ്പോൾ അതിന് തന്നെ ടൈം കിട്ടുമെന്ന് അറിയത്തില്ല. എത്രയും പെട്ടെന്ന് സാധനം എടുക്കുക, തിരിച്ച് വീട്ടിലെത്തുക, നിങ്ങൾക്കത് കാണിച്ചു തരിക എന്നുള്ളതാണ് നമ്മുടെ ഒരിത്. പിന്നെ വേദ അവിടെ നിൽക്കുകയാണ്, അതിൻ്റെ ഒരിതൊക്കെ ഉണ്ട്. എത്രയും പെട്ടെന്ന് നമ്മുടെ കാര്യം കഴിയാൻ തിരിച്ചു പോകുക, അത്ര മാത്രമേ നമുക്കുള്ളൂ കേട്ടോ. ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് വന്ന പാടെ റെസ്റ്റ് പോലും എടുക്കാണ്ട് നമ്മൾ നേരെ പർച്ചേസിങ്ങിന് ഇറങ്ങാമെന്ന് കരുതിയത്. അല്ലെങ്കിൽ നമുക്ക് റെസ്റ്റൊക്കെ എടുത്ത് റിലാക്സ് ചെയ്തിട്ട് നാളെ പർച്ചേസിങ് കഴിഞ്ഞ് മറ്റന്നാൾ പതിയെ പോയാൽ മതി. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ വന്ന കാര്യം പെട്ടെന്ന് ചെയ്യുക. ഇത് തന്നെ ഞാൻ വേദിക്ക് ഒരു ദിവസത്തെ സ്കൂൾ ലീവ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഓടി വന്നത് കേട്ടോ. വേദിക്ക് സ്പോർട്സ് ഡേ ആണ് ഫ്രൈഡേ. അപ്പോൾ പിന്നെ അവൾ പോണ്ടാന്ന് ഞാനങ്ങ് വെച്ചു കേട്ടോ. അവൾ ആദ്യം പോണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുഞ്ഞോട് കളിക്കണം, പോണൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം പിന്നെ പറഞ്ഞ് കുഞ്ഞോട് കളിക്കണമെന്ന് പറഞ്ഞ് പോകുന്നില്ല എന്ന് പറയും. ഇന്നിപ്പോൾ വിളിച്ചിട്ട് ഇറങ്ങി, അമ്മ എനിക്ക് പോയേ പറ്റൂ. ഞാൻ പറഞ്ഞു, നീ പോകുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത്, അതുകൊണ്ട് ഒന്നും പറ്റൂലടാ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഭയങ്കര വിഷമം കേട്ടോ. അവൾ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടോ ഞാൻ വന്നത്. ഇപ്പോൾ അവൾക്ക് പോകണമെന്ന്. എന്തായാലും പോട്ടെ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നമ്മളിങ്ങനെ എത്തിയില്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ മാർക്കറ്റിലേക്ക് പോവാണ്. ജസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ നടക്കാനേ ഉള്ളൂ. നമ്മൾ സാധനം എടുത്ത് കൊടുത്തിട്ട് വരുമ്പോൾ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ ഹോട്ടലിൽ നമ്മൾ വാങ്ങിയ സാധനങ്ങൾ എത്തിക്കും കേട്ടോ. ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ നമ്മളെ സിറ്റിക്കകത്ത് കയറിയാലുണ്ടല്ലോ, ഒരു 100 മീറ്റർ പോകണമെങ്കിൽ അരമണിക്കൂർ ക്യൂ ആണ്, ബ്ലോക്കാണ്. അത്രയ്ക്ക് ഒരു ട്രാഫിക്കിൻ്റെ ഒരു ഇഷ്യൂ ഭയങ്കരമായിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയ റോഡ് 1 വേ ആണ്, എന്നിട്ട് പോലും ആ റോഡുകൾക്ക് ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. തിരക്കും ബഹളമൊക്കെ ആയിട്ടൊരു ഭയങ്കര ഒരിത്. പക്ഷേ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ക്ലൈമറ്റായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇത്രയും തിരക്കും ക്രൗഡും ഒക്കെ ആണെങ്കിലും ഒരു പ്രത്യേക ഭംഗിയാട്ടോ ബാംഗ്ലൂർ കാണാനായിട്ട്. ആ നിറയെ മരങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, ഒരു മെട്രോപൊളിറ്റിക്കൽ സിറ്റി ആണെങ്കിലും അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്.
അങ്ങനെ നമ്മളിതേ പതിയെ ആ മാർക്കറ്റിലേക്ക് കയറുകയാണ്. കുറച്ചുള്ളിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഐറ്റംസ് എല്ലാം വരുന്നത്. നമ്മൾ സാരീസ് എല്ലാം തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. എനിക്ക് അത് കോട്ടൺ സാരീസ് ആയതുകൊണ്ടാണ്. അവിടെ സിൽക്ക് സാരിയാണ് ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിലുള്ളത്. എങ്കിലും കോട്ടൺ സാരീസൊക്കെ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ചോയ്സ് തമിഴ്നാട് തന്നെയാണ്. പിന്നെ പറഞ്ഞ പോലെ ബംഗാളിൽ കൊൽക്കട്ടയിലൊക്കെ പോയി കുറേ ഷോപ്പ് ചെയ്യണം ബെസ്റ്റ് കോട്ടൺ സാരീസൊക്കെ കിട്ടാനായിട്ട്. പിന്നെ എനിക്ക് മധ്യപ്രദേശ് ഒന്ന് പോകണമെന്നുണ്ട്. നമ്മുടെ ചന്തേരി അതൊക്കെ അവിടെയാണ് കേട്ടോ. അവിടെയൊക്കെ ഒന്ന് പോകണമെന്നുണ്ട്. എല്ലാം പ്രോപ്പറായിട്ട് അവിടെ തന്നെ പോയി എടുക്കണം എന്നാണ് ഒരിത്. ഇവിടെ ജസ്റ്റ് ഞാൻ കോട്ട് സെറ്റും 3 പീസ് സെറ്റും ആണ് എടുക്കുന്നത്. കൂടുതലും എടുത്തിട്ടുള്ളതും എടുക്കുന്നതും അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ സ്ഥിരം എടുക്കുന്ന ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട് ഉള്ളിലോട്ടൊക്കെ ആയിട്ട്. കുറച്ചൊന്ന് തപ്പണം കേട്ടോ. അപ്പോൾ ഈ ഇഷ്ടം പോലുള്ള നമ്മൾ തപ്പിപ്പിടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം വന്നപ്പോൾ 1-2 പേരെയൊക്കെ കണ്ടിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡീലറിൽ നിന്നാണ് നമ്മൾ സ്ഥിരം വാങ്ങുന്നത്. ഇപ്രാവശ്യം അങ്ങോട്ട് പോയി ഒന്ന് നോക്കിയ ശേഷം നമുക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് തപ്പി നോക്കാം എന്ന് കരുതിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നിറയെ ജുവലറീസ് ഉണ്ട് കേട്ടോ. ജുവലറി ബിസിനസ് ചെയ്യുന്നവരും കുറേ ഇവിടെ നിന്നൊക്കെയാണ് എടുക്കുന്നത്. ഇതൊക്കെ അല്ലാതെ റീറ്റെയിലായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഹോൾസെയിൽ നല്ല റേറ്റ് കിട്ടും. ഞാൻ ആദ്യം ഞാനിപ്പോൾ എടുത്ത് കാണിച്ചുകൊണ്ട് നിന്നില്ല. എൻ്റെ 1250 എന്നാണ് റേറ്റ് പറഞ്ഞത്. അതെന്തോ 2 ചെയിനും ഒരു കമ്മലും ഒക്കെ ഉണ്ടായിരുന്നു. അതൊരു വലിയ റേറ്റായിട്ട് തോന്നിയില്ല. അപ്പോൾ ഈ ഹോൾസെയിൽ ചെയ്യുന്ന കടകളിൽ കുറച്ചുകൂടെ വിലക്കുറവ് കിട്ടും. പിന്നെ ഈ ലൈറ്റ് ഉണ്ടല്ലോ, ഫാൻസി ലൈറ്റും മറ്റുമൊക്കെ നിറയെ നമ്മൾ ഈ മാർക്കറ്റ് കയറുമ്പോൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് മഴയെല്ലാം പൊടിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മുടെ നമ്മൾ സ്ഥിരം വാങ്ങുന്ന ഡീലറുടെ അടുത്തേക്ക് പോയി. അപ്പോഴേക്കും നമ്മൾ ചെല്ലുമ്പോൾ പലരും ഇങ്ങനെ നിൽക്കും, എന്താ വേണ്ടതെന്ന് ചോദിച്ചുകൊണ്ടൊക്കെ നിൽക്കും. അപ്പോൾ നമ്മൾ ആ സാധനം പറയുമ്പോൾ അവരുടെ ഷോപ്പുകളിലേക്ക് കൊണ്ടുപോകും. അവരുടെ ഷോപ്പിൽ ആൾക്കാർ അവർ നിർത്തിയിരിക്കുന്നതാണ്. നമ്മളപ്പോൾ ഇങ്ങനെ വരുമ്പോൾ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് അവർ നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരാൾ നമ്മൾ പോയിട്ടില്ലാത്തൊരു കടയിലേക്കൊക്കെ കൂട്ടിക്കൊണ്ട് പോയി. പക്ഷെ കളക്ഷൻസൊക്കെ ഉണ്ട്. ഭയങ്കര വില കേട്ടോ. നമുക്ക് ഒരു പരിധി കൂടുതൽ വില കൂട്ടി നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അത്യാവശ്യം ഭംഗിയും അത്യാവശ്യം മെറ്റീരിയലും നല്ലതാകുന്നത് വിലയും കൂടുതലുണ്ട്. ഈവൻ മെറ്റീരിയൽ നല്ലതല്ലെങ്കിൽ കൂടിയും എവിടെ ചെന്നാലും വിലയൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇന്നാളൊരു മാം നമ്മുടെ ഐ തിങ്ക് ഓണം സെറ്റ് സാരിയാണെന്ന് തോന്നുന്നു. കണ്ടു, ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ടൊക്കെ ഇഷ്ടപ്പെട്ടു. എടുത്തിട്ട് വില ചോദിച്ചു. വില പറഞ്ഞപ്പോൾ അയ്യോ വില ഭയങ്കര കൂടുതലാണ്, വേണ്ട കേട്ടോ എന്ന്. നമ്മൾ ക്വാളിറ്റിയും ഭംഗിയും കൂടുമ്പോൾ വിലയും കൂടും. അപ്പോൾ ക്വാളിറ്റിയും ഭംഗിയും വേണ്ട എങ്കിൽ വിലയും കുറയും കേട്ടോ. അതുകൊണ്ട് വിലയും ക്വാളിറ്റിയും ഒക്കെ ഒത്ത് കിട്ടുന്ന ഒരു സ്ഥലം എവിടെയാണെന്നാണ് നമ്മളെപ്പോൾ എവിടെ പോയാലും നമ്മൾ അന്വേഷിച്ച് നടക്കാറ്. ഇത് നമ്മുടെ ഈ അണ്ണൻ്റെ പേര് മറന്നില്ല, ശിവകുമാർ അണ്ണൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് അവിടെയൊക്കെ പോയി നോക്കിയാലും നമ്മുടെ സ്ഥിരം ഡീലറുടെ അടുത്ത് പോയി നോക്കി വാങ്ങിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല കേട്ടോ. അതിൽ മെയിൻ തിങ് എന്ന് പറയുന്നത് അവർ നമുക്ക് സ്ഥിരം തരുന്നത് കൊണ്ടുള്ള ഒരു സ്നേഹം അവരിൽ പ്രത്യേകം ഉണ്ടാവും. പിന്നെ നമ്മൾ ഒരുപാട് കയറി അന്വേഷിക്കണ്ട. എല്ലായിടത്തും ഒരേ റേറ്റും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി മാറുമ്പോൾ വിലയിൽ വ്യത്യാസം വരും, ഭംഗി കൂടുമ്പോൾ വിലയിൽ വ്യത്യാസം വരും. അത് എല്ലായിടത്തും ഒരുപോലെ തന്നെ. അപ്പോൾ വെറുതെ ഒരുപാട് കിടന്ന് അലയാണ്ട് അവരുടെയും തന്നെ നമ്മൾ വാങ്ങുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ബാംഗ്ലൂർ ഈ മാർക്കറ്റിൽ ഹോൾസെയിലും റീറ്റെയിലും കൊടുക്കുന്ന കടകൾ ഇഷ്ടംപോലെ ഉണ്ട്. സാരീസും ഈ പാർട്ടി വെയറൊക്കെ ഇവിടെ നിറയെ ഉണ്ട് കേട്ടോ. അതൊക്കെ നല്ല ചീപ്പായിട്ട് കിട്ടും. പാർട്ടി വെയർ സാരീസ്, ചുരിദാർ മെറ്റീരിയൽ, കൂടുതലും സാരീസും പാർട്ടി വെയറുമാണ് ഉള്ളത്. ഈ ചുരിദാറിൻ്റെയൊക്കെ നമ്മൾ കുറച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് പീസസ് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുകയാണ്. നമ്മുടെ ചിക്കൻ കറി മോഡലിൽ വരുന്നത് എടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റൽ പിങ്ക് കളർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. എൻ്റെ മീഡിയം ടു XXL, മീഡിയം, ലാർജ് XL, XXL വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. XXL വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. അറിയില്ല കേട്ടോ, വീട്ടിൽ ചെന്ന് ചെക്ക് ചെയ്താലേ അറിയൂ. ആ 3 കളേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതിപ്പോൾ നമുക്ക് ട്രെൻഡിങ് ആണല്ലോ. ഇതൊക്കെ 2 പീസ് സെറ്റാണ്. അത് കഴിഞ്ഞ് പ്യൂർ കോട്ടണിൽ വരുന്ന കോട്ടണിൽ വരുന്ന 2 പീസ് സെറ്റാണ് എടുത്തിട്ടുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത്. ആ ഒരു ഡിസൈൻ അവരെന്തോ ഒരു പേര് പറഞ്ഞു. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ്. ആ ഒരു ട്രയാങ്കിൾ പോലെ ഇരുന്നില്ലേ, അതെന്ന് പറഞ്ഞു. പിന്നെ ഓറഞ്ച്, പിന്നെ എന്തെടുത്താലും എല്ലാവർക്കും വേണമല്ലോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓറഞ്ച് വൈറ്റ് കളർ കോമ്പിനേഷനിൽ വൈറ്റ് കളർ പാൻസും ഓറഞ്ച് കളർ പാൻസും വൈറ്റ് കളർ ഷോളുമാണ് വരുന്നത് കേട്ടോ. 3 പീസ് സെറ്റാണിത്. ഇതിൽ ഏതൊക്കെയോ 3 പീസും 2 പീസും ഉണ്ട്. എനിക്ക് അതിനെ പോയി വീട്ടിൽ ചെന്ന് അടുക്കി പറക്കുമ്പോഴൊക്കെ അറിയാവൂ. ഫോട്ടോസ് എല്ലാം ഞാൻ ഇടുന്നതായിരിക്കും. നമ്മളൊന്നിപ്പോൾ ഓർഡർ എടുക്കുന്നില്ല, ദയവേതൊന്ന് മെസ്സേജ് ഇടരുത്. എൻ്റെ സൈസും കാര്യങ്ങളും ഒന്നും എനിക്ക് അറിയത്തില്ല. നമുക്ക് സൺഡേ ലൈവ് ആക്കാവേ. വെബ്സൈറ്റിൽ ലൈവായിട്ട് വരും.
സൺഡേ ഞാൻ ഫോട്ടോസൊക്കെ ഇട്ടേക്കാം. പക്ഷെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ് നിങ്ങൾക്ക് നമ്മുടെ ഇത്രയും കളക്ഷൻസ് ഉണ്ടെന്നുള്ളത്. ഇതൊക്കെ സ്ലീവ്ലെസ് ആണ്, അറ്റാച്ച്ഡ് സ്ലീവ് വരുന്നുണ്ട്. 2 പീസ് സെറ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇതെല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് പിന്നെ കുറച്ചുകൂടി ഇഷ്ടമായി. 3 പീസ് സെറ്റാണ്. ഇതൊരെണ്ണം എനിക്ക് ചീമയ്ക്ക് കൊടുക്കണം ഗിഫ്റ്റായിട്ട്. പിന്നെ ഞാൻ അമ്മയ്ക്കും ഒരെണ്ണം ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ട്, ഒരു 3 പീസ് സെറ്റ്. ഇപ്പോൾ വന്നപ്പോൾ 3XL സൈസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നൊരു പീസ് അമ്മയ്ക്ക് കൊടുക്കണമെന്നുണ്ട്. അത് ഏത് കൊടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അമ്മയ്ക്ക് കൊടുക്കാനായിട്ട്. പിന്നെ അമ്മ ഇത്ര ചെടിയും പൂവൊക്കെ ഉള്ളത് ഇടുമോയെന്ന് അറിയത്തില്ല. ഇത്രയാണ് നമ്മൾ ചുരിദാർ പീസ് 2 പീസ് 3 പീസ് സെറ്റ് എടുത്തത്. പിന്നെ നെറ്റ് കോട്ടയുടെ കുറച്ച് ചുരിദാർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെയൊക്കെ വന്നാൽ ഇങ്ങനൊരു സെറ്റായിട്ടായിരിക്കും നമുക്ക് തരുന്നത്, അല്ലാതെ ഇത് ഇത്ര പീസ് വൈറ്റ് തന്നെ ഇത്ര പീസ് അങ്ങനെ കിട്ടത്തില്ല. ഇതൊരു സെറ്റായിട്ടാണ് തരുന്നത്. നെറ്റ് കോട്ടയിൽ ഇത്രയും കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, കണ്ടല്ലോ. ശരി, അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ ബനാറസിയിൽ വരുന്നതാട്ടോ. ബനാറസി സിൽക്കിൽ വരുന്ന ചുരിദാർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അതും ഇത്രയും ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. വൈറ്റ് കളർ ടോപ്പും പാൻസും, നല്ല ഗോൾഡൻ സെറിയൊക്കെ വരുന്ന വൈറ്റ് കളറിൽ തന്നെ വരുന്ന ഷോളും വരുന്നുണ്ട്, ഓണത്തിനൊക്കെ തിളങ്ങാൻ പറ്റിയത്. പിന്നെ അതിൻ്റെ റെഡ് യെല്ലോ കളറൊക്കെ വരുന്നുണ്ട്. റെഡ് യെല്ലോ ഓറഞ്ച് കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇതെന്തോ ഒരു സാധനത്തിൻ്റെ പേര് പറഞ്ഞു ഞാൻ മറന്നു പോയിട്ടോ. പക്ഷെ അടിപൊളി പ്യോർ കോട്ടൺ മെറ്റീരിയലാണ്. നല്ല പ്യോർ കോട്ടനൊക്കെ ഇടാൻ കരുതുന്നവർക്ക് നല്ല ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. എന്തോ ഒരു പേര് അതിന് പറഞ്ഞു. അങ്ങനെ ഇത്രയും സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കിയൊന്നും എനിക്ക് ഇഷ്ടമായില്ല. നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് ഇത്രയും എടുത്തോളൂ എന്ന് നിങ്ങൾ ചോദിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുന്നതല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ വില, ഭംഗി, ഇഷ്ടപ്പെടുന്നത് എനിക്കിഷ്ടപ്പെട്ടാൽ മാത്രമല്ലേ നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് അത്രയൊക്കെ ഇഷ്ടപ്പെട്ടുള്ളൂ. കളക്ഷൻസ് അത്ര എനിക്ക് ഇഷ്ടമായുള്ളൂ. പിന്നെ മെറ്റീരിയലും എനിക്ക് അത്രേ ഇഷ്ടപ്പെട്ടുള്ളൂ. പിന്നെ നമ്മുടെ മറ്റേ മെറ്റീരിയൽസൊക്കെ ഇരിക്കുന്നതുകൊണ്ട് മെറ്റീരിയൽ കുറച്ച് എടുത്തുള്ളൂ. മെറ്റീരിയൽ ഉണ്ടായിരുന്നു കേട്ടോ, ധാരാളം ഉണ്ടായിരുന്നു. നമ്മുടെ മറ്റേ മെറ്റീരിയൽ കുറച്ചുണ്ട്. ഇപ്പം നമ്മൾ പോകുന്ന വഴിക്ക് സേലത്തിറങ്ങി ഒരു 10 പീസ് റെസ്റ്റോറൻറ്റ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അത് എടുക്കും. അതൊന്നും ഇപ്പം മെസ്സേജ് ഇടണ്ട, പ്രീ ബുക്കിങ്ങോ ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും, വേണമെന്നുള്ളവരെടുക്കുക. അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ പറ്റുവാണെങ്കിൽ വാട്സപ്പ് ത്രൂ ഉണ്ടാകും. ആദ്യത്തെ 2 ദിവസം ഞാൻ വെബ്സൈറ്റ് ത്രൂ ആയിരിക്കും ഷോപ്പിംഗ് പറയുന്നത്, കാരണം നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ റെസ്റ്റോറൻറ്റൊക്കെ എടുക്കണം. പിന്നെ കാഞ്ചി കോട്ടൺ നമുക്ക് കഴിഞ്ഞിട്ട് കിട്ടിയില്ലല്ലോ. അവർ തിങ്കളാഴ്ച അയച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും അയച്ച് തന്നിട്ടില്ല. അപ്പോൾ പോകുമ്പോൾ അവിടെയൊക്കെ ഒന്ന് കയറിയിട്ട് പോകണം എന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. ചെട്ടിനാട് കോട്ടൺ സാരീസ് കുറച്ചുകൂടി എടുക്കണം. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കളക്ഷൻസ് ഒന്നും ഇഷ്ടമായില്ല, അതുകൊണ്ടാണ് എടുക്കാതെ വന്നത്. പ്രാവശ്യം ഉണ്ടെങ്കിൽ അതും എടുക്കണം. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താണ് പോകുന്നത്. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഭയങ്കരമായിട്ട് ഞാനും ഏട്ടനും ടയേർഡായി. ഒരു ചായയും ബൺ മസ്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ കയറി അവിടെ തന്നെ കയറി കഴിച്ചു. എനിക്ക് അവിടുത്തെ ദോശ ഇഷ്ടമായില്ല പേഴ്സണലി. പിന്നെ ആ ബൺമസ്കയും ഇതിൻ്റെ ബൺമസ്ക എന്ന് പേരിടാമോ എന്ന് എനിക്കറിയത്തില്ല. ഒരു ബണ്ണിൽ എന്തോ ഒരു ബട്ടർ പോലൊരു സാധനം ബട്ടറല്ല, എന്നിട്ട് ഒരു സാധനം തേച്ചിട്ട് ഇങ്ങനെ തന്നു. കുറച്ച് മധുരം ഉണ്ടായിരുന്നു, എനിക്കിഷ്ടമായില്ല. പിന്നെ ഞാൻ ഏട്ടനും കൂടി തിരിച്ച് ഒരു ബൺ മസ്ക ചോദിച്ചപ്പോൾ ഒരു പ്ലേറ്റിൽ 2 എണ്ണം വെച്ച് തന്നു. ഞങ്ങൾ ഒരു പ്ലേറ്റാണ് ഉദ്ദേശിച്ചത്. എന്തായാലും കുഴപ്പമില്ല, കുഞ്ഞു ബണ്ണായിരുന്നു. ബണ്ണും ചായ ഒരു കാശിനും ഉണ്ടായാൽ കൊള്ളത്തില്ലായിരുന്നു, ഭയങ്കര മധുരമായിട്ട്. അതിനെ അവിടെ വെച്ചിട്ട് വന്നു. എന്നിട്ട് പോയി കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ വസ്ത്രയുടെ കുറേ ഓർഡേഴ്സൊക്കെ വന്നിടുന്നു. അതെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് നീറ്റാക്കി ക്ലീനാക്കിയൊക്കെ വെച്ച് എഴുതി പറക്കിയൊക്കെ വെച്ച ശേഷം നോക്കിയപ്പോൾ 8:30 മണിയായി. ഫുഡ് കഴിക്കാൻ സമയമായി. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ബാംഗ്ലൂർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അധികം സ്ഥലമൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ പോകുമ്പോൾ നമ്മുടെ മിലിറ്ററി ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് കേട്ടോ. അത് ബാംഗ്ലൂർ ഭയങ്കര ഫേമസ് ആണ്. പക്ഷെ നടന്നു പോകാൻ നോക്കിയപ്പോൾ കുറച്ച് ദൂരം കാണിക്കുന്നു, 1.5 കിലോമീറ്റർ ഒക്കെ കാണിക്കുന്നു. നടക്കാൻ വയ്യ. ഓട്ടോ ഊബറൊന്നും ബുക്ക് ചെയ്തിട്ട് വരുന്നില്ല, കാരണം 1.5 മണിക്കൂർ പോകാനായിട്ട് 1/2 മണിക്കൂർ കാണിക്കുന്നു. അതുകൊണ്ടാണോ ഇത്ര ദൂരം ആയതുകൊണ്ടാണോ എന്നറിയില്ല. പിന്നെ ഊബറിൽ ഞാൻ 60 രൂപ കാണിച്ചതിന് 100 രൂപയ്ക്ക് ഞാൻ എക്സ്ട്രാ 20 വെച്ച് ആഡ് ചെയ്ത് 100 രൂപ കൊടുത്തപ്പോൾ ഒരു ഓട്ടോ ചേട്ടൻ വന്നു. ചേട്ടൻ കുറച്ച് ചുറ്റി കറക്കിയൊക്കെ കൊണ്ടുവന്ന് അവിടെ ആക്കി. കറങ്ങി പോയെങ്കിലും വലിയ ബ്ലോക്കില്ലാതെ അവിടെ കൊണ്ടുവന്ന് എത്തിച്ച് തന്നു കേട്ടോ. അവിടെ ചെന്നപ്പോഴേക്കും അവിടെ ഒരു മനുഷ്യരില്ലേ ആ കടയിൽ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. അപ്പോൾ ഉണ്ടോ എന്ന് വെച്ചപ്പോൾ ഒരാൾ മാത്രം നമ്മൾ പോയപ്പോൾ ഇറങ്ങി വരുന്നുണ്ട്. താഴത്തെ നിലയിലൊന്നും ഒരു മനുഷ്യരുമില്ല. മുകളിലത്തെ നിലയിലാണ് ഇറങ്ങി വന്ന മനുഷ്യൻ പറയും. അങ്ങനെ മുകളിൽ ചെന്നപ്പോഴും ഒരു മനുഷ്യരില്ല. അവർ നാളത്തേക്ക് വേണ്ടിയാണ് തോന്നുന്നു, കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇരുന്ന് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ടോയെന്ന് വെച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളൊരു 5 മിനിറ്റ് ഇരുന്നപ്പോഴും ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്കും ആടണം ഒരുമാതിരി കേട്ടോ. ഇനി തലേ ദിവസത്തെ ഫുഡ് എങ്ങാനും
ചൂടാക്കി തരുന്നതാണോ? അപ്പോൾ നോക്കിയപ്പോൾ അവർ ചൂടാക്കിക്കൊണ്ടൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് എങ്ങോട്ട് പോകും, എവിടെ നോക്കിയാലും ഭയങ്കര ദൂരം കാണിക്കുന്നു, ഒരുപാട് സമയം കാണിക്കുന്നു പോവാനായിട്ട്. അങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് പണ്ടാറടങ്ങി നിന്നപ്പോഴേക്കും ഏട്ടൻ പറഞ്ഞു ഊബർ ബുക്ക് ചെയ്യും, നമുക്ക് ഹോട്ടലിൽ അങ്ങോട്ട് പോകാം. ഹോട്ടലിൽ ഫുഡ് ഉണ്ട്, എന്നിട്ടാണ് ഈ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നതായിട്ട്. ഇതാണ് മനുഷ്യൻ്റെ കൊഴുപ്പ് എന്ന് പറയുന്നത്, ഫാറ്റ്. അങ്ങനെ നമ്മൾ ഊബർ ബുക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി കുറച്ചൊന്ന് റൈറ്റ് സൈഡിലേക്ക് നടന്നാൽ മെയിൻ റോഡിലേക്ക് പോകും. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു ഏട്ടാ അങ്ങോട്ടൊക്കെ നടക്കാൻ പറഞ്ഞപ്പോൾ ഏട്ടൻ ഒട്ടും മഴ കേട്ടോ. ഏട്ടനെ സമ്മതിക്കണം, 7 മണിക്ക് ഇന്നലെ കയറിയത് ഉച്ചയ്ക്ക് 1 മണിക്കാണ് വണ്ടി നിർത്തിയത്. അതിനിടയ്ക്ക് ഒരു 100 കിലോമീറ്റർ ഞാൻ ജസ്റ്റ് ബാംഗ്ലൂർ കയറുന്നതിന് മുന്നേ ഒന്ന് ഓടിച്ചായിരുന്നു കേട്ടോ. അത്ര തന്നെ ഞാൻ ഓടിച്ചത്. ബാക്കി ഫുള്ള് ഏട്ടൻ ഉറക്കം പോലും ഇല്ലാണ്ട് ഓടിച്ചിട്ട് ഏട്ടൻ പിന്നെ വയ്യ, നടക്കാനൊന്നും വയ്യ, വേണ്ട ഊബർ വിളിക്കും, നമുക്ക് റൂമിലേക്ക് പോകാം, എന്നിട്ട് അവിടെ നടന്നെങ്കിൽ എന്തെങ്കിലും കഴിക്കുക, അല്ലെങ്കിൽ സൊമാറ്റോ വഴിയോ സ്വിഗ്ഗി വഴിയോ എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് നിന്നപ്പോൾ ഒരു ഓട്ടോ ചേട്ടൻ വന്ന് ചാടിയേ. അപ്പം നമ്മൾ ഊബറിൽ ബുക്ക് ചെയ്ത ഓട്ടോയും ഈ ഓട്ടോയും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. അങ്ങനെ പക്ഷെ നമ്മളെ ലൊക്കേഷൻ ഇവിടേക്കല്ലേ പോവേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പിന്നെ കയറി കേട്ടോ, കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു. എന്നിട്ട് ഞാനും ഗൂഗിൾ മാപ്പ് ഇട്ടു. പുള്ളിക്കാരൻ നേരെ പോവേണ്ടടുത്ത് ഒരുപാട് ചുറ്റി. എത്ര രൂപ കാണിച്ചു ഊബറിലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 100 രൂപ. ശരിയെന്ന് പറഞ്ഞിട്ട് പുള്ളി കുറേ ചുറ്റിയിട്ട് എന്ത് ചെയ്തെന്നറിയോ, നമ്മൾ ഈ ഫുഡിൻ്റെ അരിയൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇങ്ങനെ സ്ഥലമുണ്ട്, വേറൊരു മിലിറ്ററി ഹോട്ടലുണ്ട്, ഇത് കൊള്ളൂല, വേറൊരിടത്ത് ആക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുവന്ന് കറങ്ങി അവിടെ കൊണ്ടുവന്നാക്കി. ആ ഹോട്ടൽ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് റൈറ്റ് സൈഡിലേക്ക് നടന്നിരുന്നെങ്കിൽ മെയിൻ ജംഗ്ഷൻ എത്തിയാനെ. അവിടെ ഉണ്ടായിരുന്ന ഹോട്ടലായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒരു 500 മീറ്റർ പോലും നടക്കാനുണ്ടായിരുന്നില്ല. ഞങ്ങൾ 500 മീറ്റർ നടന്നിരുന്നെങ്കിൽ ആ 100 രൂപ ലാഭിക്കായിരുന്നു. ഈ അപ്പൂപ്പനുണ്ടല്ലോ ലോകം മൊത്തവും ചുറ്റിച്ചിട്ട് ഞങ്ങളെ കൊണ്ടുവന്ന് ആ ഹോട്ടലിൻ്റെ തൊട്ടിപ്പുറത്ത് 500 മീറ്റർ മാറിയിട്ടുള്ള ഹോട്ടലിൻ്റെ അടുത്ത് കൊണ്ടുവന്നേ. ഇവിടെ വിചാരം എന്താ, നമുക്കിതൊന്നും അറിയത്തില്ല, കുറച്ചൊന്ന് ചുറ്റി കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും ഒരുപാട് ദൂരം കൊണ്ടുവന്നല്ലോ എന്ന് പറഞ്ഞ് കൊണ്ടുവരുമല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര രൂപ വേണം? 100 രൂപ. ഞാൻ പറഞ്ഞു 1 കിലോമീറ്റർ ജസ്റ്റ് അവിടെ ഹോട്ടൽ വരെ പോകാൻ 100 രൂപ കാണിച്ചു. ഇവിടെ നിന്ന് 1 കിലോമീറ്ററിലേ ഹോട്ടലുള്ളൂ. ഞാൻ പറഞ്ഞു ഇവിടെ വരെ വരാനായിട്ട് 100 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കൂടുതൽ സംസാരിക്കാൻ നിന്നില്ല. ഞാൻ ആ പൈസ അങ്ങ് കൊടുത്തെങ്കിലും നമ്മൾ അറിയിക്കണമല്ലോ, നമുക്ക് ഇവിടെ ആണ്, അവിടെ നിന്ന് തൊട്ടടുത്തായിരുന്നു, നിങ്ങൾ പറ്റിച്ചു എന്നുള്ളത് നമുക്ക് അറിഞ്ഞു എന്നുള്ളത് അറിയിക്കണമല്ലോ. അതൊന്നും അറിയിച്ചിട്ട് കറക്റ്റ് മെയിനായിട്ടുള്ള ഒരു മിലിറ്ററി ഹോട്ടലിലേക്ക് വന്നു. ആക്ച്വലി മെയിനായിട്ടുള്ളതല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം കയറിയ കടയാണ് മെയിനായിട്ടുള്ളത്. അവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് പല പേരിലും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന കടയിൽ ആരൊക്കെയോ ഉണ്ട്. നമ്മൾ നേരത്തെ പോയ കടയിൽ ആരുമില്ല, പക്ഷെ അതാണ് മെയിൻ കടയെന്ന് തോന്നുന്നു. അവിടെ എന്തോ ഗുരുപൂജയെന്നോ അതുകൊണ്ടില്ലെന്നോ എന്തൊക്കെയാണ് പറയുന്നത്. അവർ കന്നഡ പറയുന്നു, നമുക്ക് മനസ്സിലാവുന്നില്ല. ഹിന്ദി ചോദിച്ചിട്ട് ഹിന്ദിയും തമിഴും ഒന്നും അവർക്ക് അറിയത്തില്ല, നമുക്കും അറിയത്തില്ല. അതുകൊണ്ട് പിന്നെ അവിടെ അധിക സമയം നിൽക്കാതെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഈ ഒരു മിലിറ്ററി ഹോട്ടലിൻ്റെ മെയിൻ ഫുഡെന്ന് പറയുന്നത്, സ്പെഷ്യൽ എന്ന് പറയുന്നത് മട്ടൻ പുലാവാണ്. അപ്പം ഞാൻ മട്ടൻ പുലാവ് പറഞ്ഞു. ഈ മട്ടൻ എനിക്ക് പൊതുവെ ഇഷ്ടമുള്ളതല്ല, പക്ഷേ തമിഴ്നാട് സൈഡിലേക്കൊക്കെ വന്നാൽ മട്ടൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്നാളും മട്ടൻ ബിരിയാണി കഴിച്ചു, ഇന്നിപ്പോൾ മട്ടൻ പുലാവ് പറഞ്ഞു. ഏട്ടൻ കാശ്മീരി പോയി വസ്വാൻ കഴിച്ച് വയറിന് പണി കിട്ടിയ ശേഷം ഏട്ടൻ മട്ടൻ ഇപ്പം അധികം കഴിക്കത്തില്ല. അതുകൊണ്ട് ഏട്ടൻ ചിക്കൻ മതിയെന്ന് പറഞ്ഞു. ഞാനും ചിക്കനും പറഞ്ഞു. ഇവിടെ റാഗി ബോൾ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ റാഗി ബോൾ കഴിച്ചില്ല. ഇവിടുത്തെ മെയിൻ ഒരു ഫുഡെന്ന് പറയുന്നത് മട്ടൻ പുലാവ് ആയതുകൊണ്ട് മട്ടൻ പുലാവ് എന്നെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി മട്ടൻ പുലാവ് ഓർഡർ ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ ഏട്ടൻ ചപ്പാത്തിയും കെബാബും പറഞ്ഞു. കെബാബ് ആയിരുന്നെങ്കിൽ എണ്ണയിലൊക്കെ ഇട്ട് വറുത്താണ് കെബാബ് കൊണ്ട് തന്നത്. അപ്പോൾ മട്ടൻ പുലാവ് കണ്ടപ്പോഴും നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഗ്രീൻ കളറിൽ. എനിക്കിപ്പോൾ ബിരിയാണി ഒന്നും വലിയ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ അന്ന് തമിഴ്നാട് പോയപ്പോൾ കഴിച്ച വെയിൽ ബിരിയാണിയില്ല, അവിടുത്തെ ബിരിയാണി നല്ലതായിരുന്നു. ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടുള്ള ബിരിയാണി ഒന്നും എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം എനിക്ക് ഒരു ഭയങ്കര മസാലയാണ് അവർക്ക് കേട്ടോ. ആ മസാല എനിക്ക് ഇഷ്ടപ്പെടത്തില്ല, ഭയങ്കര ഓവറായിട്ടുള്ള മസാലയുടെ കുത്തൽ ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ പുലാവ് എന്ന് പറയുമ്പോൾ അത്രയും മസാല ഇല്ലാത്ത സാധനമില്ല, അതുകൊണ്ടാണ് ഞാൻ പുലാവ് ധൈര്യമായിട്ട് ഓർഡർ ചെയ്തത്. സത്യമായിട്ടും പുലാവ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അധികം സ്പൈസസ് ഒന്നും ഇല്ലാതെ ഞാൻ ഉദ്ദേശിച്ച ടൈപ്പിലുള്ള പുലാവ് അല്ല, അതൊരു ബിരിയാണി തന്നെ, പക്ഷെ സ്പൈസസ് കുറവായിട്ടായിരിക്കും അവർ പുലാവ് എന്ന് പേരിട്ടത്. ഭയങ്കര സ്പൈസി ആയിരുന്നു, എരിവുണ്ടായിരുന്നു. ആ ഗ്രീൻ കളറിൽ ഇരിക്കുന്നത് തന്നെ എനിക്ക് തോന്നുന്നു പച്ചമുളക് അങ്ങനെ അരച്ച് ചേർത്തിട്ടാവും. നല്ല എരിവുണ്ടായിരുന്നു. മട്ടനൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. വലിയ ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല മട്ടനിൽ, പക്ഷേ എങ്കിലും മട്ടനൊക്കെ സോഫ്റ്റ് ആയിരുന്നു, നല്ലതായിരുന്നു. ഏട്ടൻ്റെ കബാബ് എണ്ണയിലൊക്കെ ഇട്ട് വറുത്ത് കൊണ്ടുവന്നെങ്കിലും ചിക്കൻ ഫ്രൈ പോലെയൊക്കെ ഇരുന്നെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ ജസ്റ്റ് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ ഹോട്ടലിലേക്ക്. നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഓട്ടോ നോക്കി നിന്ന് ഒരു ചേട്ടനെ കിട്ടി. കാരണം ആരും അങ്ങോട്ടേക്ക് പോകുന്നില്ലേ, പറഞ്ഞ പോലെ 1 വേ ഒക്കെയാണ്, കറങ്ങി വരണം, ബ്ലോക്ക് എല്ലാം ആയിട്ട് എല്ലാവരും ഇങ്ങനെ
മടിക്കുകയാണ്. പിന്നെ ലൊക്കേഷൻ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഞാൻ ഗൂഗിളിലെടുത്ത് കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഊബറൊന്നും ബുക്ക് ചെയ്തിട്ട് വരുന്നില്ല. 100 രൂപയ്ക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ടും വരുന്നില്ല കേട്ടോ. പിന്നെ ഒരു ചേട്ടനെ ഇങ്ങനെ പറഞ്ഞ് ഒരു ചേട്ടൻ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. പാവം ആ ചേട്ടൻ കൊണ്ടുവന്ന് കറങ്ങി തിരിഞ്ഞ് നമ്മളെ കൊണ്ടുവന്നാക്കി കേട്ടോ. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ വിശേഷം ദേ ഇന്ന് ഇവിടെ കഴിയാണ്. നാളെ രാവിലെ തന്നെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നമ്മൾ തിരിക്കും. അപ്പോൾ വസ്ത്രയിൽ പുതിയ കോട്ട് സെറ്റും ചുരിദാർ സെറ്റും ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാം സൺഡേ അപ്ഡേറ്റ് ചെയ്തുള്ളൂ. ഇന്ന് ഓർഡർ എടുക്കുന്നില്ല. താങ്ക്